കിളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. റോളിംഗ് സാർ. സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. ഇതെന്താ കല്യാൺ ജ്വല്ലേഴ്സ്. കല്യാൺ ജ്വല്ലേഴ്സ്. അല്ല സർ, ഈ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഓ, ഒരു പരസ്യം. ഇതാര്? അടിച്ച് ടൈറ്റ് ആയിട്ട് വന്നേക്കാണ്. കണ്ണൊക്കെ ഇരിക്കണുണ്ട് ചോകാന്ന്. പുള്ളിക്ക് ചെങ്കണ്ണ, കണ്ണ് വാസുണ്ണ പോലെ ചുവന്നിരിക്കുക. അത് ചെങ്കണ്ണായിരിക്കും, അല്ലാതെ ഇങ്ങനെ രോഗക്കൂലല്ലോ. ഡോക്ടറെ കാണിക്കാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. തുള്ളി മരുന്ന് അലർജി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പുള്ളി ചെങ്കണ്ണായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറൊരാൾ അറിയരുത്, മനസ്സിലായ? ഞാൻ ആരോടും പറയില്ല. സത്യം കിട്ടും, ദൈവം സത്യം. ഇതെപ്പോഴായിരുന്നു? 1 മണിക്കൂർ മുമ്പ്. ഇപ്പോഴും എന്റെ വിറയിൽ മാറിയിട്ടില്ല ജോർജ് കുട്ടി. ഞാൻ ആരോടും പറയില്ല. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില പേടിപ്പിക്കാടാ. അല്ല, നീ ആരാണെന്ന് നിന്റെ വിചാരം? കളിക്കാൻ അറിയാവുന്നവന്റെ കൂടെ നീ കളിച്ചിട്ടില്ല. പഠിപ്പിക്കാം, ഞാൻ അവളെ ശരിക്കും പഠിപ്പിക്കാം. എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ. ഒടുക്കത്തെ ഈ കളി കൂടെ നീ ഒന്ന് കാണും. കൈ കിട്ടിയെടുത്ത് ഒരുത്തനെങ്കിലും അടിച്ചു വീഴ്ത്തണ്ടടാ. പട്ടിയെ പോലെ അവന്മാരെ തല്ലും കൊണ്ട് വന്നിരിക്കുക. ആ പേടിത്തുറമാരെ എന്നെ താഴെ നിർത്തിയല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ? എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ. സമ്മതിച്ചേ? ആ ആണല്ലോ. ആ തീർത്തിട്ട ഞാൻ അകത്ത് പോകണടാ. എന്നെ കൊല്ലണ ജോർജ് കുട്ടി, ഞാൻ എല്ലാം പറയാം. അയ്യോ, എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ബുദ്ധിയില്ലാത്തവരാ, എന്റെ ശരീരം കളയണ്ട. ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മോൻ കഴുകുന്നേ. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ. ഇനി എന്നെങ്കിലും ഒരു ദിവസം അമാരന്റെ മുമ്പിൽ വരും, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട്. എക്സ്റേയില് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വാരിയലിന് കുഴപ്പമൊന്നുമില്ല. ഏത് വാരിയല്ലേ? സംഭവ സ്ഥലത്തുനിന്ന് വാരിയെടുത്തില്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. ശ്രേയോ എന്താ ഇവിടെ? ഇത് എന്റെ വീടാ. എന്താ ഇവിടെ? ആ ജീപ്പിന്റെ റേഡിയേറ്റർ ഒന്ന് ചൂടായി, അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി കയറിയതാ. ഞാൻ എന്താ വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാമേ. അളി, നീ 1 തൊട്ട് 100 വരെ എണ്ണ്. എന്നിട്ടും ടെന്നിച്ച് വന്നില്ലേ, നീ 100 തൊട്ട് 1 വരെ തിരിച്ചെണ്ണണം. എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ വരവും പോക്കും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതോ കൊമ്പത്തെ ആയിരിക്കുന്നു. വീണയ്ക്ക് ഒരു ബക്കറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു മീം വന്നിട്ടുണ്ട്, കണ്ടായിരുന്നു? ഞാൻ 2-3 സീനിൽ ബക്കറ്റും പിടിച്ച് നിൽക്കുന്നു. മൈ കണ്ടോളൻസ്. എന്റെ വിധി ആകെ ഒരു ദുരന്ത കഥയാണ് അല്ലേടാ. പോട്ടെ, കണ്ടോളൻസ്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും